ഹലോ ഗായ്സ്, എല്ലാവർക്കും വണക്കം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ സന്തോഷ് വർക്കിയെക്കുറിച്ചാണ്. അറിയാമല്ലേ, ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാൻ പറ്റും ആരാണ് ആള് എന്ന്. മറ്റാരില്ല, നമ്മുടെ ഓമന പേര് വിളിക്കില്ലോ, ആറാട്ടം. പുള്ളിയുടെ റിവ്യൂ കേൾക്കുമ്പോൾ പല ആളുകൾക്കും ചൊറിഞ്ഞ് കയറുന്നുണ്ടാവും. പക്ഷെ പുള്ളിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്, ആരെയും കുറ്റപ്പെടുത്തിയില്ല സംസാരിക്കുന്നത്. പുള്ളിയുടെ അഭിപ്രായം, എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, സ്വന്തമായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പുള്ളിയുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അതൊരുപാട് ആളുകൾ ഇറിറ്റേഷൻ ചെയ്തതുപോലെ പല സംഭവം പുള്ളിയോട് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിൽ കാണാം. അപ്പോൾ പുള്ളി തിയേറ്ററിൽ ഇറങ്ങി വരുമ്പോൾ ചാനൽക്കാരും മറ്റേ യൂട്യൂബേഴ്സും വീഡിയോകളെല്ലാം പുള്ളിയുടെ പുറകെ ഉണ്ടാവും, റിവ്യൂ കേൾക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ആളെ എന്തിനാണ് ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുന്നത്? നമ്മൾ ഭൂമിയിൽ ജനിച്ചവരാരും തികഞ്ഞത് അല്ല, തികഞ്ഞിട്ടാരും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവനവന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞോട്ടെ, ആൾ സ്വന്തം എന്താണോ ആൾക്ക് പറയാനുള്ളത് പറയട്ടെ. പക്ഷെ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല. പുള്ളിയുടെ എഡ്യൂക്കേറ്റഡ് ഒരുപാട് വലിയ എഡ്യൂക്കേറ്റഡ് ആയ ഒരു മനുഷ്യനാണ്. പാവം ആളെ കാണുമ്പോൾ ഒരാളെ ശൈലിയും സംസാരം കേൾക്കുമ്പോൾ എന്തോ ഒരു മൈനസ് പോലെ തോന്നും. പക്ഷെ ആൾ കറക്റ്റാണ്, പവർഫുള്ളാണ്. കാരണം വിദ്യാഭ്യാസത്തിലും നല്ല പവർഫുൾ ആളാണ്. ആളെ ട്രോളുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സ്വയം തികഞ്ഞവരാണെങ്കിൽ മറ്റൊരാൾ ട്രോളുമ്പോൾ അല്ലെങ്കിൽ കുറ്റം പറയുമ്പോൾ നമ്മൾ തികഞ്ഞതായിരിക്കണം, ഫുൾ മാർക്കും നേടിക്കണം, 100% ആയിരിക്കണം. അതല്ലാതെ നമ്മൾ ഒരുപാട് മൈനസ് ഉണ്ടായിട്ടും അതൊക്കെ താഴ്ത്തി വെച്ച് പുകഴ്ത്തി വെച്ച് മറ്റൊരാളുടെ മൈനസ് കാണാൻ ശ്രമിക്കുന്നത് ഒരു നല്ല മനുഷ്യൻ്റെ ലക്ഷണമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരാളെ നമ്മൾ ആരാണെങ്കിലും, ഇപ്പം ഞാനാണെങ്കിലും ശരി, മറ്റൊരാളെ മൈനസ് വരുമ്പം എൻ്റെ മൈനസ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറ്. മൈനസ് ഉള്ളതുകൊണ്ട് അങ്ങനെ സംസാരിക്കും. എല്ലാവർക്കും ഉണ്ടാവും ഓരോ മൈനസ്. അപ്പം ആരാണോ എന്താണോ എങ്ങനെയാണോ നോക്കിയിട്ട് സംസാരിക്കുക. പുള്ളിയുടെ ഒരു എന്താ പറയുക, റിവ്യൂ പറയുമ്പോൾ പറയട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും പറഞ്ഞു, അടുത്ത ആരെയും വിളിച്ച് കൂട്ടിയിട്ട് നിങ്ങളും പറയും. ആരെയും കുറ്റപ്പെടുത്തില്ല. ട്രോളി ചെയ്യുന്നവരും ആളെ ഇഷ്ടപ്പെടാതെ കണ്ടുകൂടാതെ സംസാരിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഉള്ളിൽ പൂഴ്ത്തി വെച്ചിട്ട് മറ്റൊരാൾ കുറ്റം പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൈനസ് പറയും നിങ്ങളുടെ മൈനസ് പറയും അപ്പുറത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. അപ്പം ഓക്കെ, ആറാട്ടനും ഈ ഒരുപാട് റിവ്യൂ കിട്ടട്ടെ അല്ലേ.